എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു സൂപ്പർ ഹിറ്റ് കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ ശ്രുതിയും കൂടി ഒരു കാർ അങ്ങ് വാങ്ങുകയാണ്. അപ്പം നമ്മുടെ നീലിമ കൊടുത്ത പൈസയൊക്കെ അടിച്ചു മാറ്റി പുള്ളിക്കാരൻ സ്വന്തം അക്കൗണ്ടിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ കാശിനാണ് ആശാൻ ഈ ഒരു കാറ് വാങ്ങിക്കുന്നത്. അങ്ങനെ കാറും ഒക്കെ ആയിട്ട് ശ്രുതിയും കൂടി വീട്ടുമുറ്റത്ത് എത്തുന്ന ആ ഒരു സമയത്ത്, അതെ നമ്മൾ വാങ്ങിച്ചത് സെക്കൻഡ് ഹാൻഡ് കാറൊക്കെയാണ്. സച്ചി ആദ്യമായിട്ട് ഇവിടെ കാറ് വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് ഇവിടെ എന്തുമാത്രം ആഘോഷമായിരുന്നു. അന്ന് അവൻ ഇവിടെയൊക്കെ മുഴുവൻ നടന്ന് കാറ് വാങ്ങിയ വിവരവും പറഞ്ഞു. അത് മാത്രമല്ല, അമ്മയെ കൊണ്ട് ആരതിയൊക്കെ ഒഴിയിപ്പിച്ചില്ലേ. അതുകൊണ്ട് നമുക്കും അങ്ങനെ ചെറിയൊരു സെറ്റപ്പ് ചെയ്താലോ എന്നും ചോദിച്ച് ശ്രുതി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ശ്രുതിയാണെങ്കിലോ, അതെ നമ്മൾ വാങ്ങിച്ചത് സെക്കൻഡ് ഹാൻഡ് കാറല്ലേ, അതിന് ഇത്രയ്ക്ക് വലിയ എക്സ്പ്രഷനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അതൊക്കെ വേണം, ഞാനാണ് കാറ് വാങ്ങിച്ചത്, ഞാൻ ഇത്ര വലിയ ഉയർന്ന നിലയിലൊക്കെ ആയെന്ന് എൻ്റെ അമ്മയും കുടുംബത്തുള്ളവരും ഒക്കെ ഒന്ന് അറിയട്ടെ. ആ സച്ചിയുടെയും രേവതിയുടെയും മുന്നിലൊക്കെ ഒന്ന് ഞെളിഞ്ഞു നിൽക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത്, അത് നീ ആയിട്ട് പാഴാക്കല്ലേന്നും പറഞ്ഞ് ശ്രുതി ചന്ദ്രമതിയെ ഫോൺ ചെയ്യുക. അപ്പം ചന്ദ്ര ഫോൺ എടുത്തു. മോനെ നീ എവിടെയാണ്, എത്ര നേരമായി ഇവിടുന്ന് പോയിട്ട്? അമ്മേ ഞാൻ ദാ വീടിന് വെളിയിലുണ്ട്, അമ്മ ഒരു കാര്യം ചെയ്യും, ഒരു ആരതി തട്ടൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താടാ ആരതിയൊക്കെ ഒഴിയാൻ വേണ്ടി നീ എന്ത് സംഭവം ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ പുതിയൊരു കാറ് വാങ്ങിച്ചു, ആ കാറ് വാങ്ങിച്ച സന്തോഷത്തിന് അതൊക്കെ ഒന്ന് ആരതി ഒഴിയാന്ന് വിചാരിച്ചു. അപ്പം അമ്മ എല്ലാവരെയും കൂട്ടിയിട്ട് വെളിയിലേക്ക് വാന്നും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. അപ്പം ചന്ദ്രമതിക്കാണെങ്കിലോ ഇതിൽ പോലെ ഒരു സന്തോഷം എനിക്ക് കിട്ടാനേ ഇല്ല. ചന്ദ്ര അങ്ങനെ നമ്മുടെ സച്ചിയോടും രേവതിയോടും ശ്രുതി അല്ല കേട്ടോ, ചന്ദ്രമതി ആണെങ്കിലോ ഈ വിവരം സച്ചിയോടും രേവതിയോടും രവിയോടും അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരോടുമായിട്ട് പോയി പറയുക. അപ്പം ശ്രുതി കാറ് വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും രവി ആണെങ്കിലോ, ഇവൻ എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാറ് വാങ്ങിക്കാനൊക്കെ പൈസ ഉണ്ടായത്, എന്തായാലും വാ താഴെ ഉണ്ടല്ലോ നമുക്ക് പോയി കാണാമെന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂടി ഇറങ്ങി. അപ്പോൾ ചന്ദ്രമതി ദാ ആരതി തട്ടൊക്കെ ആയിട്ട് വന്ന് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി കാറിലൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് നല്ല രീതിയിൽ പോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവനെ കണ്ട പാടെ തന്നെ, എൻ്റെ മോനെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായടാ, ദേ നീ വലിയ ബിസിനസ്സുകാരനൊക്കെ ആയെന്നുള്ളതിനൊരു തെളിവാണല്ലേ ഇത്, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ സച്ചിയാണെങ്കിലും ആ കാറിന് ചുറ്റും നടന്ന് നോക്കിയിട്ട് പറയാണ്, അതിനിത് പുതിയ കാറൊന്നും അല്ലല്ലോ, ഇത് പഴയ കാറാണല്ലോ, സെക്കൻഡ് ഹാൻഡ് ആണോടാ നീ വാങ്ങിച്ചതെന്ന് ചോദിച്ചു. തൽക്കാലം ഞാൻ സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിച്ചത് എന്ന് വെച്ചെന്താ, എൻ്റെ കാറല്ലാതെ ആവില്ലല്ലോ എന്നും പറഞ്ഞ് ഇവൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും, അല്ല ഇതിന് എത്ര രൂപ കൊടുത്തു? അത് വെറും ഒരു 4 ലക്ഷം രൂപയായിട്ടുള്ളൂ. എടാ പൊട്ടാ, നിന്നെ അവർ പറ്റിച്ചതാണ്. 4 ലക്ഷം പോയിട്ട് ഇതിനൊരു 2 ലക്ഷമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുവടാ, നിന്നെ അവന്മാർ വീണ്ടും പറ്റിച്ചു. അന്ന് ആ പെണ്ണ് പറ്റിച്ചെങ്കിൽ ഇന്ന് ഈ കടക്കാർ നിന്നെ പറ്റിച്ചു എന്നും പറഞ്ഞ് സച്ചി കളിയാക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിലോ, എൻ്റെ പൊന്ന് സച്ചി, എൻ്റെ മോൻ ആദ്യമായിട്ടൊരു വണ്ടിയും കൊണ്ട് വന്നതാ, നീ അങ്ങ് മാറി നിന്നേന്നും പറഞ്ഞ് ചന്ദ്രമതി ആ വണ്ടിയും ശ്രുതിയും ഒക്കെ കൂട്ടി അങ്ങ് ഒഴിയാണ്. അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു. ചന്ദ്രമതി രേവതിക്ക് ആ തട്ട് കൈമാറിയിട്ട്, മോളെ ഇത് അവിടെ കൊണ്ടുപോയി കളയെന്ന് പറഞ്ഞു. അവൾ അതുപോലെ തന്നെ വന്ന് ചെയ്തു. അതിനുശേഷമാണെങ്കിലും രവി പറയുന്നുണ്ട്, എടാ നീ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ സച്ചിക്കാവുമ്പോൾ വണ്ടിയെക്കുറിച്ച് അത്യാവശ്യം അറിവൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ട് നിനക്ക് അവനോട് ചോദിച്ച് അവനെയും കൂടെ കൊണ്ടുപോകാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. അതെ ഞാൻ പുതിയ വണ്ടിയൊന്നും വാങ്ങിക്കുന്നത് നിങ്ങളുടെ മകന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ടുപോകാതിരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കിനും, എടാ നല്ലത് പറഞ്ഞു തന്നാൽ അത് നല്ലതാണെന്ന് മനസ്സിലാക്കാനായിട്ടും വേണം ഒരു ബോധം. ഇപ്പം തന്നെ 2 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ട കാറ് 4 ലക്ഷം കൊടുത്തിട്ട് കൊണ്ടുവന്നതല്ലേ, നീ മണ്ടനാണെന്നും പറഞ്ഞ് സച്ചി അകത്തോട്ട് പോയി. അപ്പം ശ്രുതിയാണെങ്കിലോ, അതെ ഈ പുള്ളിക്കാരൻ അത്ര വലിയ അറിവുണ്ടെന്നൊന്നും പറയുമൊന്നും വേണ്ട, എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അതെ എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കണമെന്നൊന്നും ഇല്ല, എൻ്റെ ഭർത്താവിന് അത്യാവശ്യം കാറിനെ കുറിച്ച് നല്ല വിവരം ഉണ്ടെന്നും പറഞ്ഞ് രേവതിയും അത്യാവശ്യം സച്ചിയെക്കുറിച്ച് പുകഴ്ത്തി പറയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തോട്ട് പോവാണ്. അപ്പം ഇവൻ കാറ് വാങ്ങിച്ച ആ ഒരു സന്തോഷത്തിന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചെറിയ കുപ്പിയൊക്കെ വാങ്ങിച്ച്, അപ്പം സഹോദരന്മാരെല്ലാവരും കൂടി ഒരു ചെറിയൊരു കമ്പനി കൂടാനുള്ള സെറ്റപ്പ് ഒരുക്കുകയാണ്. അപ്പം നമ്മുടെ ലേഡീസ്, അതായത് വർഷയും അതുപോലെ തന്നെ ശ്രുതിയും രേവതിയും ഒക്കെ കൂടി ഇവന്മാരൊക്കെ കൂടി മേളിലിരുന്ന് കമ്പനി കൂടുകയാണ്. ഇനി എന്താകുമോ എന്തോ, മിക്കവാറും സച്ചി അടിച്ച് പൂസായിട്ടായിരിക്കും വരുന്നതെന്നും പറഞ്ഞ് നമ്മുടെ രേവതിയെ കളിയാക്കുകയാണ് ശ്രുതി. അപ്പം
ശ്രുതി ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ ആ ടെറസിൽ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിയാണെങ്കിൽ എനിക്ക് മദ്യമൊന്നും വേണ്ടടാ, എടാ ദേ ഞാൻ കാറ് വാങ്ങിച്ച സന്തോഷത്തിന് നമുക്ക് 3 പേർക്കും കൂടി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനമൊക്കെ വാങ്ങിച്ചത്. ഇനിയിപ്പോൾ നീ ഇത് കുടിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും രൂപ വേസ്റ്റായി പോകില്ലെന്നും പറഞ്ഞ് ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം സച്ചി പറയുക, മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അടിച്ച് വീലായിട്ടാണല്ലോ നടക്കുന്നത്, അതുകൊണ്ട് ഇന്ന് ഞാൻ ഡീസൻ്റ് ആവാൻ തീരുമാനിച്ചു. ഇന്ന് എനിക്ക് എന്തായാലും മദ്യം വേണ്ട, ഞാൻ നിങ്ങൾക്കൊരു കമ്പനി തന്ന് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അല്ല, എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടെ സംസാരിക്കാനുണ്ട്. എനിക്ക് വേണ്ടത് പുതിയൊരു ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ തലയിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു എന്നും പറഞ്ഞ് ശ്രുതി ഇവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കിനും ഐഡിയ ഒക്കെ ഉണ്ട്. നമ്മുടെ ശ്രീകാന്ത് പറയാണ്, അതെ നീ ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങ്. ആഹാ, ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് നിനക്ക് അവിടുത്തെ ഷെഫ് ആകാനാണോ എന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്കിനും എൻ്റെ പൊന്നോ ഇവനോട് ഐഡിയ പറഞ്ഞ് എന്നെ തല്ലണമെന്നും പറഞ്ഞ് ശ്രീകാന്ത് അവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. പിന്നെ നമ്മുടെ സച്ചിയാണെങ്കിലോ, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ മലേഷ്യയിലുള്ള അമ്മായി ഇപ്പം തന്ന പൈസയല്ലേ, അതുകൊണ്ട് തന്നെ നീ ഈ പൈസയ്ക്ക് കുറച്ച് കാറ് വാങ്ങിച്ചിട്. അപ്പം ആ ഒരു കാറുണ്ടെങ്കിൽ അത് ഓട്ടം വിട്ട് കഴിഞ്ഞാൽ നിനക്ക് മാസം നല്ലൊരു എമൗണ്ട് പൈസയും കിട്ടും, അതുമല്ല നല്ല ലക്ഷങ്ങൾ സമ്പാദിക്കാനും പറ്റുമെന്നും പറഞ്ഞ് അവൻ്റെ രീതിയിൽ ഒരു ഐഡിയ പറഞ്ഞു. അതെ, അതൊന്നും ശരിയാകുമൊന്നുമില്ല, എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല, എനിക്ക് മേലനങ്ങാതെ പൈസ കിട്ടണം, അതാണ് എൻ്റെ പോളിസി എന്ന് പറഞ്ഞതും സച്ചിയും ശ്രീകാന്തും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. ഇതുപോലെ ഒരുത്തനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ഇരുന്ന് ചിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി വെള്ളം അടിച്ചു തുടങ്ങി. ശ്രുതി കഴിക്കുന്നു, ശ്രീകാന്ത് കഴിക്കുന്നു, സച്ചിയാണെങ്കിൽ ഇതൊക്കെ നോക്കിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇവർ വെള്ളമൊക്കെ അടിച്ചിരിക്കുന്ന ആ സമയത്ത് താഴെ നമ്മുടെ ലേഡീസും ചർച്ചയിലാണ്. അല്ല, എങ്ങനെയാണ് ശ്രുതിക്ക് ഒരു പുതിയ ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ഷോപ്പ് കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രുതി ആ കടയിൽ ഇരുത്തുകയും ചെയ്യാം, അവിടുത്തെ ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മുടെ രേവതി പറയുമ്പോഴത്തേക്കിനും ശ്രുതി ഇങ്ങനെ ആലോചിക്കുക, അതിന് ആ ബ്യൂട്ടി പാർലർ ഇപ്പോൾ എൻ്റെ പേരിലല്ലല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇവൾ ആ ചന്ദ്രമതി ഇട്ട് കൊടുത്ത ബ്യൂട്ടി പാർലർ അത് മറിച്ചാർക്കോ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യും, കുറച്ച് ഫ്ലാറ്റ് പോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കെട്ടിയിടും, അങ്ങനെ കെട്ടിയിട്ടിട്ട് അത് റെൻറ്റിന് കൊടുക്കും. എൻ്റെ പൊന്നു പക്ഷേ അങ്ങനെയുള്ള ഒരു സംഭവവും പുള്ളിക്കാരന് ഇഷ്ടപ്പെടില്ല. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാനാ, പുള്ളിക്കാരന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ മേലനങ്ങാതെ ഇരിക്കണം, അതുപോലെ അധികം ആയാസമില്ലാത്ത പണിയൊക്കെയാണ് ആൾക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇവരെല്ലാവരും തല പുകഞ്ഞ് ആലോചിച്ചിട്ടും നമ്മുടെ ശ്രുതിക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് കണ്ടെത്താനേ പറ്റുന്നില്ല. ഈ സമയത്താണെങ്കിലോ മേളിൽ നിന്നും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അടിച്ച് വീലായിട്ട് സച്ചിയോടും ശ്രീകാന്തിനോടും ഒക്കെ പറയുക, അതെ ഞാൻ നിങ്ങളോടൊക്കെ വലിയൊരു തെറ്റ് ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രവിയുടെ പൈസ, ആ പൈസ നീലിമ മടക്കി കൊടുത്തു, ആ പൈസ ഇട്ടാണ് ആശാൻ ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത് തൻ്റെ സഹോദരന്മാരിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ഒരു കുറ്റബോധം ഉള്ളിലിങ്ങനെ തികട്ടിക്കൊണ്ടിരിക്കുന്ന കൊണ്ടാണ് എന്നോട് ശ്രുതി പറഞ്ഞിട്ടുണ്ട് 2 പെഗ്ഗിൽ കൂടുതൽ കഴിക്കരുതെന്ന്. പക്ഷെ ഞാനിപ്പം സച്ചി കഴിക്കാറുള്ളത് പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഇപ്പം എൻ്റെ ഭാര്യയെ കാണണമെന്നും പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി ഓടാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ആശാൻ ശരിക്കും നിൽക്കുന്നത് ടെറസിലാണ്. റൂമിലേക്കാണെന്നും പറഞ്ഞ് ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് ചാടാൻ നോക്കുമ്പം നമ്മുടെ സച്ചിയും അതുപോലെ ശ്രീകാന്തും കൂടി ചാടി പിടിച്ചു. ഇപ്പോഴേ നീ റൂമിലേക്കല്ല പോകുന്നത്, അങ്ങ് യമലോകത്തായിരിക്കുമെന്നും പറഞ്ഞ് ഇവനെ പതിയെ കൂട്ടിക്കൊണ്ട് വരുന്ന ആ സമയത്ത് ഈ ബഹളമൊക്കെ കേട്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ വർഷയും ഒക്കെ കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. മിക്കവാറും സച്ചി തന്നെ ആയിരിക്കും, എപ്പോഴും പുള്ളിക്കാരനാണല്ലോ ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ വരുന്നത്, അതുകൊണ്ട് പുള്ളിക്കാരൻ ഒച്ച ഉണ്ടാക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ സംസാരിച്ചു. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഹേയ് ഇന്ന് എന്തൊക്കെ വന്നാലും സച്ചിയേട്ടൻ കുടിക്കില്ല, എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്, ഇന്നെന്തോ എൻ്റെ മനസ്സങ്ങനെ പറയുന്നുണ്ടെന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ സംസാരിച്ചതും അവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ സച്ചിത പതിയെ പുറകെ തിരിഞ്ഞ് ഇറങ്ങി വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടുക്ക് ശ്രുതിയാണുള്ളത്, അപ്പുറം ശ്രീകാന്തും. അപ്പം സച്ചിയും ശ്രീകാന്തും കൂടി നമ്മുടെ ശ്രുതിയെ പതിയെ താങ്ങി ഇറക്കുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത്. അപ്പം വന്നപ്പോൾ നമ്മുടെ വർഷ പറയുന്നുണ്ട്, ചേച്ചി ശരിക്കൊന്ന് നോക്കിക്കേ, ശ്രുതിയാണ് ഇന്ന് അടിച്ച് വീലായിട്ടുള്ളത്, സച്ചിയേട്ടനൊന്നും അല്ല. പിന്നെ എൻ്റെ ആള് ഞാൻ പറഞ്ഞതിനപ്പുറം ഒന്നും പോയിട്ടില്ല, കാലൊക്കെ നിലത്ത് ഉറയ്ക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഇവളും ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ ഇവർ 3 പേരും കൂടെ ഇവിടെ വരുന്ന സമയത്ത്
ശ്രുതിയാണെങ്കിലോ, അതെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് രണ്ടേ രണ്ട് പെഗ് അടിക്കാനാണ്, എന്നിട്ട് നിങ്ങളിപ്പോൾ എന്താ കാണിച്ചതെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ കൈക്കിട്ട് ഒരു കൊട്ട് കൊടുത്തു. അങ്ങനെ പെണ്ണും പിള്ള അവനെയും കൂട്ടി അവിടുന്ന് പോകുന്ന ആ ഒരു സമയത്ത് വർഷയാണെങ്കിലോ, ശ്രീകാന്തെ ഇങ്ങ് വന്നേ, കുറച്ച് ചോദിക്കാനുണ്ടെന്നും പറഞ്ഞ് അവളും അവളുടെ കെട്ടിയവനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. പിന്നെ അവിടെ നിൽക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയുമാണ്. സച്ചിയുടെ അടുത്ത് ചെന്നു രേവതി പറയുന്നുണ്ട്, നിങ്ങൾ എന്തോരം കുടിച്ചു, നിങ്ങൾക്ക് പക്ഷെ കാലൊക്കെ നിലത്തുറക്കുന്നുണ്ടല്ലോ. അല്ല എന്താണ് ഇന്നെന്ന് ചോദിക്കുമ്പം, എടി ഞാൻ സത്യമായിട്ടും കഴിച്ചിട്ടില്ല, ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ നിൽക്കുന്നത്, അങ്ങനെ നിങ്ങൾ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട, മര്യാദക്ക് നിങ്ങൾ ഊതെന്ന് പറഞ്ഞു. ആഹാ, അപ്പം നീ ഇപ്പം എന്താ ട്രാഫിക് പോലീസിൽ കളിക്കുവാണോ എന്ന് ചോദിച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതി ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് അവനൊരു ഊതിയപ്പോഴാണ് ആശാട്ടിക്ക് സമാധാനമായത്. അപ്പം നിങ്ങൾ ഇന്ന് കുടിച്ചിട്ടില്ല അല്ലേ? ദേ അവർ എല്ലാവരും പറഞ്ഞു നിങ്ങൾ മിക്കവാറും വെള്ളം അടിച്ച് വീലായിട്ടായിരിക്കും വരുന്നതെന്ന്. എന്നിട്ടിപ്പോൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ചയോ ശ്രുതിയാണ്. ഇന്ന് എന്തായാലും ശ്രുതിക്ക് കോളായിരിക്കുമെന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയ സമയത്താണെങ്കിലോ നമ്മുടെ ശ്രീകാന്തും ശ്രുതിയും ഒക്കെ ഒരു രക്ഷയില്ലടാ, ഭയങ്കര തലവേദനയാണെന്നും പറഞ്ഞ് എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ സച്ചി മാത്രം നോർമലായിട്ട് വരുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, അല്ല എന്താ സച്ചി നിനക്ക് തലവേദനയൊന്നും ഇല്ലേ? അതൊന്നും എനിക്കില്ല, ഞാൻ ഇന്നലെ കുടിച്ചില്ലല്ലോ എന്ന് പറയാൻ വന്നതും ചന്ദ്രമതി അവിടെ നിൽക്കുന്നത് കണ്ട് സച്ചി ആ വാചകം അങ്ങ് വിഴുങ്ങി. അപ്പോൾ നമ്മുടെ രവിക്ക് കാര്യം പിടികിട്ടി. ശ്രുതിയും ശ്രീകാന്തും ഒക്കെ ഇന്നലെ രാത്രി വെള്ളമടിച്ചിട്ടാണ് തലവേദനിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ മക്കളെ കളിയാക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിലും സച്ചി നല്ല മര്യാദക്കാരനായിട്ട് നിൽക്കുകയാണ്. പിന്നീട് സച്ചി ഓട്ടത്തിന് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് സച്ചി ഒരു പുള്ളിക്കാരനെ കൊണ്ടുവന്ന് ഒരു ഷോപ്പിന് മുന്നിൽ ഇറക്കി. അപ്പം ആ ആളാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബിസിനസ്സുകാരനാണ്. പുള്ളിയെ തല്ലാൻ വേണ്ടിയിട്ടും പുള്ളിക്കാരനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടും കുറച്ച് ഗുണ്ടകൾ ഇങ്ങ് വരുന്ന സമയത്ത് സച്ചി അവന്മാരെയൊക്കെ ഒതുക്കി. അതിനുശേഷം ആ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ സാറ് ഇവരും തമ്മിൽ എന്താ വിഷയമെന്ന് ചോദിച്ചു. അതെ, എൻ്റെ ഈ ഷോപ്പ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഈ ഷോപ്പ് വിട്ട് ഞാനതും ചെറിയ തുകയ്ക്ക് ഇവന്മാർക്ക് വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെയൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ, ഇതിൽ എൻ്റെ വേർപ്പുണ്ട്, നന്നായിട്ട് നോക്കുന്ന ഒരുത്തിന് മാത്രമേ ഞാനിത് കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞ് സച്ചിയോട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. സച്ചിയാണെങ്കിലോ, അതെ എന്തോരം പൈസയൊക്കെ ആകും, അത് പല സാധനങ്ങളും ക്രെഡിറ്റിലാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിനൊരു ലോണുണ്ട്, അത് അടച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ എൻ്റെ മകൻ്റെ ഒപ്പം അമേരിക്കയിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. ഇനിയിപ്പോൾ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി എനിക്ക് ഈ ബിസിനസ്സും കാര്യങ്ങളും ഒന്നും പറ്റില്ല എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പോവാമെന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. സച്ചിക്കാണെങ്കിലോ, ഇത് നമ്മുടെ ശ്രുതിക്ക് കാണിച്ചു കൊടുത്താൽ അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് ഐഡിയയാണ്. അങ്ങനെ സച്ചി വേഗം തന്നെ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, അതെ എനിക്കൊരു ചേട്ടനുണ്ട്, എൻ്റെ ചേട്ടന് ഇങ്ങനെ ഒരു ഷോപ്പ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. മോനെ സത്യസന്ധമായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ സമ്മതവും പറഞ്ഞു. അങ്ങനെതാ നമ്മുടെ സച്ചി തിരികെ വീട്ടിലെത്തിയതും രവി ചോദിക്കുന്നുണ്ട്, മോനെ സച്ചി നീ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ പോയത്? അതെ അച്ഛാ, ഞാനിപ്പം വന്നതേ നിങ്ങളെല്ലാവരും ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ശ്രുതിക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബിസിനസ് ഐഡിയ കണ്ടുപിടിച്ചെന്നും അത് ഒരു ഹോം അപ്ലയൻസിൻ്റെ ഷോപ്പാണ്. അപ്പം അത് വലിയ പൈസയൊന്നും ആവില്ല, ചെറിയ രീതിയിലൊക്കെ പൈസ മുടക്കി നമുക്ക് തുടങ്ങാൻ പറ്റുമെന്നും ഒക്കെ പറഞ്ഞപ്പം ശ്രുതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ആ വീട്ടിലെ എല്ലാവർക്കും ഇതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പുതിയൊരു ഷോപ്പ് തുടങ്ങാൻ പോവുക, അതും സ്വന്തം അച്ഛനെ പറ്റിച്ച് നേടിയ ആ ഒരു കാശ് കൊണ്ട്. അപ്പം ഇതൊന്നും മറ്റുള്ള ആരും അറിയുന്നില്ല. എന്തായാലും അടുത്ത വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. ഓക്കെ, ബൈ.